ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കൂടുതൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇവ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് നമ്മൾ അവർക്ക് ചൂട് ആവശ്യമായത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നത്. കൂട്ടിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളത്തിന്റെ അളവ് ഒരിക്കലും കുറയാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് കാടയെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഞാനിവിടെ കുറച്ച് പാത്രങ്ങൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ബാക്കി ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വെള്ളം കൊടുക്കാനുള്ള രീതിയിലുള്ള പാത്രങ്ങളാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടക്കൃഷി പൊതുവെ ചെലവ് കൂടിയതാണ്. അതുകൊണ്ട് പരമാവധി ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ താഴെ ഇരിക്കുന്ന വേസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് ഞാനിവിടെ ഈർച്ചപ്പൊടി വിതറിയത് കൊണ്ട് 4 ദിവസം 5 ദിവസം കൂടുമ്പോഴാണ് അടിയിലെ വേസ്റ്റൊക്കെ ഞാൻ നീക്കം ചെയ്ത് കൊടുക്കുന്നത്. താഴെ വേസ്റ്റ് നീക്കം ചെയ്യാതെ ചളിപിളിയായി കിടന്നു കഴിഞ്ഞാൽ അവരുടെ കാല് ഒട്ടിപ്പിടിക്കുകയും അത് അവരുടെ നഖം കാലും പരിക്ക് പറ്റുവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താഴെ വേസ്റ്റൊക്കെ നീക്കം ചെയ്യണം. നമ്മുടെ ഫാമിൽ കൂടുതൽ മുട്ടകളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മുട്ടകൾ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് കൂട്ടിൽ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണം. കാടയ്ക്ക് ആവശ്യമുള്ള തീറ്റ കൊടുക്കണം. തീറ്റന്റെ അളവ് കൂടാനും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. അതുപോലെ തന്നെ ഫുൾ ടൈം കൂട്ടിൽ വെള്ളം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാടയെ നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മാത്രമേ കാടക്കൂട്ടിലേക്ക് ചെല്ലാനും അതുപോലെ അവരുമായി ഇടപഴകാനും പാടുള്ളൂ. വീട്ടിലുള്ള മറ്റാളുകൾ പെട്ടെന്നൊരു ദിവസം കയറി വന്നു കഴിഞ്ഞാൽ അത് കാടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ അവ പേടിച്ചോ